നമുക്കൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്താലോ? അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിന് മുന്നോടിയായിട്ടുള്ള ഒരു മീറ്റപ്പാണ് കേട്ടോ ഇത്. എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ച് നമ്മുടെ പ്ലാനിങ് അങ്ങ് ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമുക്ക് പിന്നെ ഈ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ചായ കുടിക്കാൻ അടിപൊളി സ്പോട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞിട്ടോ. പക്ഷേ നമുക്കൊരു പ്രശ്നം പറ്റി. എന്താണെന്നല്ലേ, നമ്മൾ പ്ലാൻ ചെയ്ത് പോയ ഷോപ്പ് അന്ന് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അത് നമുക്ക് നല്ല തൊണ്ടഭാഗ്യമായതുകൊണ്ട് നമുക്ക് അവിടുന്ന് ചായ കുടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഏത് ഷോപ്പിൽ പോകുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് കുടിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയിട്ടോ. ഇതെൻ്റെ അമ്മ വീടിൻ്റെ ഏരിയ ആണ് കേട്ടോ. അത് മാത്രമല്ല ഈ കസിൻസ് എല്ലാം അമ്മ വീട്ടിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് കൂടുന്നത് ഈ അമ്മ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ മാത്രം കേട്ടോ, ഞാനും കിച്ചു മാത്രമാണ് കുറച്ച് ലോങ് ആയിട്ടുള്ളത് കേട്ടോ. ബാക്കി എല്ലാവരും നിയർ ബൈ ആണ് കേട്ടോ താമസിക്കുന്നതൊക്കെ. ഇങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞങ്ങളൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടോ. പക്ഷെ വൈകുന്നേര സമയം എന്ന് പറഞ്ഞാലും ഒരുപാട് തിരക്കൊന്നും ആ ഷോപ്പിലില്ലായിരുന്നു കേട്ടോ. ഇരുന്ന് കുടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ തിരക്കില്ലാതിരുന്നത്. നിന്നൊക്കെ ഒരുപാട് പ്രായമുള്ള ആൾക്കാരും ഒക്കെ ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിട്ടോ. എല്ലാവരും അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്ക് സൺഡേസ് മാത്രമായിട്ട് ഓക്കെ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുൾ പ്ലാനിങ്ങിനിടയിൽ വേറെ വേറെ കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞൊക്കെ പോയിട്ടോ. ലാസ്റ്റ് ഡേ നമ്മുടെ ചായ വന്നിട്ടോ. അതിലൊരു കട്ടൻ ചായ ഉണ്ട് കേട്ടോ, അതെനിക്കാണേ. എന്തായാലും നമ്മുടെ ചായ വന്നില്ലേ, എന്നാൽ പിന്നെ നമ്മുടെ പ്ലാനിങ് ഒക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ തീരുമാനിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഒരു ചിയേഴ്സൊക്കെ അടിച്ച് എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ അത്. അവിടെ ഞങ്ങൾ കുറേ നേരം വണ്ടികൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഈ വണ്ടികളൊക്കെ നോക്കുന്നുണ്ട് അതിന് ചേച്ചി കിച്ചുവിനെ സായുധനം കുറേയും കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പ്രായമായില്ലടാ ഈ വണ്ടിയൊക്കെ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് ഞങ്ങൾ വേഗം വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ബായ്.